ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ബീഫ് സ്റ്റേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടി 1/2 കിലോ ബീഫ് ഞാൻ സ്റ്റേക്ക് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അത് കഴുകി വെള്ളമൊക്കെ വാർത്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇത് നല്ലപോലെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഞാനിതിവിടെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കാസ്റ്റ് അയൺ തവ ചൂടാക്കാൻ വെക്കാം. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ അത് ഒലീവ് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ നമ്മൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. 2 മിനിറ്റ് ആയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ എന്നോട് വിട്ടുപോയി എടുക്കാൻ. അപ്പോൾ ഇനി വീണ്ടും ഒരു 2 മിനിറ്റ് എടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വറ്റി വരണം. ഞാനിവിടെ ഇത് മൊത്തം കുക്ക് ചെയ്യാൻ എടുത്ത സമയം ഒരു 8 മിനിറ്റാണ്. ഞാൻ മുൻപ് ഇതുപോലെ 2 മിനിറ്റ് 4 മിനിറ്റ്സ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് നല്ല ഫ്ലോപ്പായിരുന്നു. ബീഫൊന്നും തീരെ വെന്ത് കിട്ടിയിട്ടുണ്ടില്ല. ഇത് ഞാനൊരു 8 മിനിറ്റ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല കറക്റ്റ് വേവിലായിരുന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് ഈ ബീഫിനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഞാൻ ബീഫ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി ഒരു ഫ്രൈ ടൈപ്പ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബീഫ് സ്റ്റേക്കിൻ്റെ കൂടെ കുബൂസും ഫ്രഞ്ച് ഫ്രൈസും സോട്ടഡ് വെജിറ്റബിളും പിന്നെ കുറച്ച് മയോണൈസും കൂടിയിട്ടായിരുന്നു കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഡിന്നർ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ ബീഫ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ സ്റ്റേക്ക് പീസായിട്ട് വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഹസ്ബൻഡ് ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ്. അത് ആ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ബീഫ് എത്രത്തോളം കുക്കായിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ഞാനിവിടെ ടൈം കറക്റ്റ് എടുത്ത് പറഞ്ഞത്. ഞങ്ങൾക്കൊരു 7 to 8 മിനിറ്റ് അങ്ങനെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.